شرعي ليس فيه دليل قاطع. أصول الفقه نبدي مع إمام الوعظة مهذا فخر الدين الرازي رضي الله عنه مهذا فخر الدين الرازي رضي الله عنه كما مقصود نادي آية 377 كل حكم شرعي ليس فيه دليل قاطع. ഗണ്ഡിത പ്രമാണമില്ലാത്ത വിഷയങ്ങൾ ശരഈന്റെ പ്രമാണങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് പ്രശംസിച്ച് കണ്ടെത്തിയ ഹുക്മ് ഇതാണ് മദ്ഹബിന്റെ വിധി. ഇജ്തിഹാദിന് ആധാരമാകുന്ന വിധി ഇതാണ്. ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തുന്ന വിധി ശരഈയായ വിധിയാണ്. ലൈസ ഫീഹി ദലീലുൻ ഖാത്തി. ഖണ്ഡിത പ്രമാണങ്ങൾ ആ വിധി സംബന്ധിച്ചില്ല. ഖണ്ഡിത പ്രമാണങ്ങളില്ലാത്ത വിധികളാണ് മുജ്തഹിദ് കണ്ടെത്തുന്നത്. ശരഈ വിധികളുമാണ് ബുദ്ധിപരമായി കണ്ടെത്തുന്ന വിധികളോ ബുദ്ധി കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഉറപ്പിക്കേണ്ട കാര്യങ്ങളോ ഈ പറയപ്പെട്ട വിഷയത്തിലില്ല. മസാലയ്ക്കല നമ്മുടെ അഖീദയുടെ വിശ്വാസങ്ങൾ അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് എല്ലാവരും ഉറപ്പിച്ചിരിക്കണം. അത് ബുദ്ധിയിൽ ഉറച്ച് വിശ്വസിച്ചിരിക്കണം. ആ കാര്യങ്ങളിൽ ഇജ്തിഹാദ് വിഷയപ്പെടുന്നില്ല. ബൗദ്ധികമായ കാര്യങ്ങളും ഇജ്തിഹാദ് വിഷയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ശരഈന്റെ ഹുക്മുകളിൽ തന്നെ وبقولنا ليس فيه دليل قاطع عن وجود الصلوات الخمس والزكوات وما اتفقت عليه الأمة من جليات الشرع. ശരഈന്റെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന ഖണ്ഡിതമായ നിയമങ്ങൾ. ഈ നിയമങ്ങളോ 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്, റമദാനിലെ നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ് എന്നിങ്ങനെയുള്ള ഖണ്ഡിതമായ വിധികളോ ഒന്നും മദ്ഹബുകാരനോ പണ്ഡിതനോ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതോ ഇജ്തിഹാദ് ചെയ്തെടുക്കുന്നതോ ആയ വിഷയമല്ല. അതൊന്നും മദ്ഹബിലെ വിഷയവുമല്ല. അതിന് ഹദീസോ ആയത്തോ ഓതിയിട്ട് കാര്യമല്ല. ഹദീസിലും ആയത്തിലും ഒക്കെ വ്യക്തമായിട്ടുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതിലും തെളിഞ്ഞിരിക്കുന്ന ഖണ്ഡിതവും അനുഷേധവുമായ വിധികളാണ്. ഇത് നമ്മുടെ ഉസ്സൂലിന്റെ കിതാബുകളിലൊക്കെ ആദിയുടെ ഇസ്ലാമുൽ അഹ്കാം, ശറഫുൽ അഹ്ദ്, ഇമാം വസ്സാലിയുടെ മുസ്തഫ തുടങ്ങിയ മിക്ക ഗ്രന്ഥങ്ങളിലും ഇത് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇസ്ലാമിക വിധികളായി നമ്മൾ മനസ്സിലാക്കുന്ന വിധികളൊക്കെയും വിവരിക്കുന്നതല്ല മദ്ഹബ്. അനിഷേധ്യവും ഖണ്ഡിതവുമായ വിധികൾ മദ്ഹബിലില്ല. മദ്ഹബിലില്ലെന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ വിഷയമല്ല. മദ്ഹബിലുള്ള വിഷയങ്ങൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയ വിഷയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഖുർആനിലും സുന്നത്തിലും നേർക്കുനേരെ കാണുമ്പോഴല്ല. നേർക്കുനേരെ കാണുന്ന കാര്യത്തിൽ എന്തിനാണ് ഇജ്തിഹാദ്? കഠിനാധ്വാനം ചെയ്ത് ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്നതിന്റെ പാരമ്യത്തിൽ പരമാവധി പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഹദീസിൽ നേർക്കുനേരെ പറഞ്ഞു. നമ്മളെ വഹാബികളൊക്കെ ഹദീസ് ഓതിക്കൊണ്ട് ആയത്ത് ഓതിക്കൊണ്ട് വിഷയങ്ങൾ പറയുന്നത് കേട്ടാൽ അല്ലാഹു റസൂലും മുന്നോട്ട് ഓതിയിട്ടില്ല, അല്ലാഹു റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലാഹു റസൂൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരെ അനുഷേധ്യമാണ് ബുഖാരിയുടെ ഹദീസ്, അനുഷേധ്യമാണ് മുസ്ലിമിന്റെ ഹദീസ് എന്നാണ് ചോദിക്കാൻ. ആ പറയപ്പെടുന്ന ഹദീസിൽ അനുഷേധ്യമായോ ഖണ്ഡിതമായോ എല്ലാവർക്കും അറിയുന്ന വിധം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മദ്ഹബിന്റെ വിഷയമേ അല്ലെന്നും അതിനൊരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്യുകയേ ഇല്ലെന്നും അങ്ങനെ ചെയ്യുന്നത് പാഴ്വേലയാണെന്നും അത് നിയമരഹിതമായിട്ടുള്ള കേവലം വിനോദവും കാര്യമാണെന്നും നമ്മുടെ ഈ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. വാസ്തവത്തിൽ വളരെ പഠിപ്പെട്ടെടുക്കുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. എന്ന് നമ്മൾ ജംഉൽ ജവാമിയിൽ പഠിക്കുന്നതാണ്. സാധാരണ എല്ലാ ഉസൂൽ കിതാബിലും ഇജ്തിഹാദ് ഗവേഷണം നമ്മുടെ മലയാളത്തിൽ ഗവേഷണം എന്ന് പറയുന്നത് ശരിയായ അല്ലാഹു തആലയുടെ വിധി നിൽക്കുമ്പോൾ സംബന്ധിച്ചാൽ ശരിയായ ധാരണ കിട്ടാൻ, അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ വിധികൾ സംബന്ധിച്ചിട്ടുള്ള ശരിയായ ധാരണ കിട്ടാൻ വേണ്ടി ഫഖീഹ് പഠിപ്പിട്ട് തന്റെ പരമാവധി കഴിവ് വിനിയോഗിക്കുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയാം. ചെറുങ്ങനെ അധ്വാനിച്ചാൽ പോരാ. ഇസ്ലാമിക വെല്ലുവിളികൾ സമ്പൂർണമായും അവന്റെ പരമാവധി കഴിവ് അവൻ വിനിയോഗിച്ചിരിക്കണം. പരമാവധി കഴിവ് വിനിയോഗിച്ചിട്ട് അവൻ കണ്ടെത്തുന്ന അല്ലാഹു തആലയുടെ വിധിയാണ് വാസ്തവത്തിൽ കിട്ടുന്നത്. അതാണ് മദ്ഹബിന്റെ ഉള്ളടക്കം. അപ്പൊ മദ്ഹബിന്റെ ഉള്ളടക്കം നമ്മൾ കേൾക്കുന്നത് പോലെ ലളിതമല്ല.
അവന്റെ പരമാവധി കഴിവ് വിനിയോഗിച്ച് കിട്ടുന്നത് എങ്ങനെ വേണം? ഇനി അതിന്റെ അപ്പുറം എനിക്ക് അധ്വാനിക്കാൻ കഴിയില്ല എന്ന് അവന്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടണം. ഇനി അതിന്റെ അപ്പുറം എനിക്ക് പരിശ്രമിക്കാൻ കഴിയില്ലെന്ന് മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്നില്ല. ഇനി ഇതിലേറെ പരിപ്പെടാൻ, ഇതിലേറെ അധ്വാനിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ബോധ്യപ്പെടുന്ന വിധം അധ്വാനിക്കണം. ഇതാവട്ടെ നമ്മുടെ യുവാക്കൾ വിവരിക്കുന്നത് അതില്ല എല്ലാ ദലീലുകളിലും വളരെയധികം ഗാഢമായി ആലോചിക്കേണ്ട ശേഷമല്ലാതെ ഇത് സാധ്യമല്ലല്ലോ, ഇത് പറ്റില്ലല്ലോ. എല്ലാ ദലീലുകളും തന്റെ മുമ്പിൽ വെച്ച് ആലോചിക്കാതെ ഇനി ഇതിനപ്പുറം അധ്വാനിക്കാൻ കഴിയില്ല എന്നെങ്ങനെ ഒരു മുസ്തഹിദിന് പറയാൻ കഴിയും? അപ്പൊ ഒരു മുസ്തഹിദിന്റെ ഇജ്തിഹാദിന്റെ ഫലം വരണമെങ്കിൽ സാമാന്യം ഒരാളുടെ പരമാവധി പഠിപ്പെടാൻ പറ്റുന്ന അത്രയും സാമൂഹികമായ ദലീല് മുഴുവൻ ശറഈന്റെ ദലീലുകൾ മുഴുവൻ അവരുടെ മുന്നിൽ വേണം. ഇത് എന്തോ ഈ എല്ലാ ദലീലുകളിൽ നിന്നും എങ്ങനെയാണ് ഗവേഷണം ചെയ്തെടുക്കേണ്ടത്, വിഷയങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന മാർഗം അയാൾക്ക് അറിയണം. അതിന്റെ പുറമെ ഈ മാർഗം അറിഞ്ഞാൽ പോലല്ലോ ഈ ദലീലുകളൊക്കെയും അവന്റെ അടുക്കൽ ഹാജരാവണം. മുഴുവൻ ദലീലുകളും അവന്റെ കയ്യിൽ വേണം. അങ്ങനെ വന്നിട്ട് പരിശ്രമിച്ചിട്ട് ഇനി ഇതിന്റെ അപ്പുറമില്ല എന്ന് പരിശ്രമിച്ച് അധ്വാനിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന വിധിയാണ് മദ്ഹബിന്റെ പേരിൽ